ഹലോ ഫ്രണ്ട്സ്, പെറ്റി ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് ആന്തൂറിയം പ്ലാന്റ്സ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി വെറൈറ്റി കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരേ ഷെയ്ഡിൽ, അതായത് ഒരേ കളറിലുള്ള 2-3 വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കളേഴ്സ് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ കോംബോ ആയിട്ടാണ് നമ്മളിപ്പോൾ ആന്തൂറിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് കോംബോ തരുന്നത് കേട്ടോ. ഇത് സ്പെഷ്യൽ ബ്ലോഗാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കോംബോ ആയിരിക്കും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോംബോ ആണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്റ്റോക്ക് എത്താത്ത ഒരുപാട് കളേഴ്സ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം. പിന്നെ സിംഗിൾ ഷൂട്ടും ഉണ്ട്, ബുഷി പോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിൾ ഷൂട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ലാവൻഡർ ഷെയ്ഡ്, അതായത് നമുക്ക് ഒരുപാട് ഡേ ആയിട്ട് കിട്ടാത്തൊരു പ്ലാന്റ് ആയിരുന്നു ലാവൻഡർ ഷെയ്ഡ്. ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, അടിപൊളി ഭംഗിയായിട്ട് ഫെഡെക്സ് പോലും ആ ഒരു ഷെയ്ഡിലെ വരുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ റൗണ്ട് ഷെയ്ഡാണിത് കേട്ടോ, റൗണ്ട് ഷെയ്ഡാണ് ഈ ഫ്ലവർ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറ്, ഇതിൻ്റെ തന്നെ 3 ഷെയ്ഡ്. അതായത് ഇപ്പോൾ ഇത് റൗണ്ട് ഷെയ്ഡാണല്ലോ, ഇനി ഇതിൻ്റെ ഒരു നാരോ ഷെയ്ഡ്, ലാവൻഡറിൻ്റെ നാരോ ഷെയ്ഡ് ഇതാണ് കേട്ടോ. നാരോ ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ ഉണ്ടില്ലേ, ഇതാണ് ലാവൻഡറിൻ്റെ. ഇതിൻ്റെ ഫെഡെക്സ് മാറ്റാൻ ഇത് ഫ്ലവർ പിന്നെ 2-3 ഡേയ്സ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡിനൊരു മങ്ങലുള്ളത്. ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ്, ഇതിൻ്റെ ഫെഡെക്സും ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓവൽ ഷെയ്ഡ് വരുന്നതാണ്. ഇത് ഓവൽ ഷെയ്ഡ് വരുന്ന കേട്ടോ. ഇതാണ് അടുത്ത പ്ലാന്റ്. അങ്ങനെ 3 ലാവൻഡർ ഷെയ്ഡ്, ഡാർക്ക് പർപ്പിൾ, അങ്ങനെ വരുന്ന ഒരു 3 കളേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അടുത്തത് നമുക്ക് മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. മെറൂൺ ഷെയ്ഡിൽ വരുന്നത് എന്ന് വെച്ചാൽ കോഫി ലീഫ് വരുന്ന മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണിത്. കോഫി ലീഫ് വരുന്ന മെറൂൺ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ 1 സെക്കൻഡ് കേട്ടോ, നോർമൽ മെറൂൺ ഷെയ്ഡ് കണ്ടില്ല. ഏകദേശം ഫ്ലവറും സെയിം ആയിരിക്കും, പക്ഷെ ഇതിൻ്റെ ഗ്രീൻ ലീഫാണ് കേട്ടോ. ഇതിന് വരുന്നത് ഗ്രീൻ ലീഫാണ്. കണ്ട്, രണ്ടിൻ്റെ ഫ്ലവേഴ്സ് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ലീഫിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് അടുത്ത പ്ലാന്റ് കണ്ടല്ലോ. പിന്നെ വരുന്നത് നമ്മൾ കോഫി ബ്രൗൺ. ഇതാ കോഫി ബ്രൗൺ കണ്ടോ, ഇതാണ് കോഫി ബ്രൗൺ. ഓക്കെ, ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ബുഷി പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത്, കോഫി ബ്രൗൺ. പിന്നെ നമ്മളെ ഇത് ലിവർ റെഡ് എന്ന് പറയട്ടോ ഇതിന്. കോഫി ബ്രൗൺ അല്ല, ലിവർ റെഡ്. ഇനി കോഫി ബ്രൗൺ കാണിച്ചു തരാവേ. ലിവർ റെഡാണ് കോഫി ബ്രൗൺ. ഇതാണ് കോഫി ബ്രൗൺ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ മെറൂൺ ഷെയ്ഡിൽ വരുന്നത്, അതായത് കോഫി മെറൂൺ ഷെയ്ഡിൽ വരുന്നത് ആ ഒരു കാറ്റഗറി വരുന്നത് 4 ടൈപ്പ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡിൽ 2 പ്ലാന്റ് വരുന്നുണ്ട്. ഇത് നാരോ പിങ്ക് വരുന്നതാണ് കേട്ടോ. നാരോയിൽ വരുന്നത് കണ്ടില്ലേ, ഇതേ സെയിം കളർ തന്നെ റൗണ്ടിൽ വരുന്നതുണ്ട് കണ്ടോ. ഇത് റൗണ്ടിൽ വരുന്നതാണ്, റൗണ്ട് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ബുഷി പോട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഞാൻ കാണിച്ചു തരല്ല പ്ലാന്റ്സിൽ. പിന്നെ റെഡിൻ്റെ കുറച്ച് ഷെയ്ഡ് കാണിച്ചു. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ റെഡിൻ്റെ ഷെയ്ഡാട്ടോ. റെഡിൻ്റെ ഒരു 3 ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ കാണിച്ചു തരാം. 4 ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഓവൽ ഷേപ്പ് വരുന്നത് കണ്ടില്ല, അടിപൊളി പ്ലാന്റാണ്. നോക്ക്, ഇത് ഫ്ലവർ വിരിഞ്ഞ് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസമായി. ഇതാ അടിപൊളി കളർ ഷെയ്ഡാണ്, ഓവൽ ഷേപ്പാണ് കേട്ടോ റെഡ് വരുന്നത്. അതാണ് സൈസ് വരുന്നത് കേട്ടോ. ഇതാണ് സൈസ് വരുന്നത് കണ്ടില്ലേ, ഇതാണ് സൈസ് വരുന്നത്. അടുത്ത് റെഡിൻ്റെ നാരോ. ഇത് റെഡിൻ്റെ നാരോ കേട്ടോ, നാരോ ഷെയ്ഡ് വരുന്നത് കണ്ടോ. നാരോ ആണ് കേട്ടോ ഫ്ലവർ വരുന്നത്. പിന്നെ റെഡ് വരുന്നത് നമുക്ക് മിനിയേച്ചർ ടൈപ്പാണ് റെഡ് വരുന്നത്. പിന്നീട് വരുന്നത് നമുക്ക് കണ്ടില്ലേ, മിനിയേച്ചറാണ്. ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഫ്ലവർ കുഞ്ഞാണ്. പിന്നെ വരുന്നത് ഇതാ ഈ റെഡാണ് കേട്ടോ, നോർമൽ റെഡ്. വലിയ ഫ്ലവറാണ് ഇതിൽ വരുന്നത് കേട്ടോ. അങ്ങനെ 4 ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള റെഡുകൾ വരുന്നുണ്ട്. ഓക്കെ, തന്നെ റെഡിൽ തന്നെ ഒരു വരുന്ന വെറൈറ്റിയാണ്, സ്ട്രൈപ്പ് വരുന്നതാണ് കേട്ടോ റെഡിൽ.
വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ്. ഇതൊരു വെറൈറ്റി, ഇത് ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് കാണിച്ചു തരുന്നത് വൈറ്റിൽ ഒരു റെഡ് സ്ട്രൈപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വൈറ്റിൽ റെഡ് സ്ട്രൈപ്പ് വരുന്നത്, ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ബുഷി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റിൻ്റെ വലിയ ഫ്ലവറുള്ള പ്ലാന്റ് ആണ്, കണ്ടില്ലേ? ഇതാണ് സൈസ് വരുന്നത് ഫ്ലവറിൻ്റെ. ഇതിലും വലിയ ഫ്ലവറുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, വൈറ്റിൻ്റെയാണ് കേട്ടോ അത്. ഇനി വൈറ്റിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ്. ഇതിൻ്റെ ലീഫും നാരോ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി റൗണ്ടിൽ വരുന്നതാണ്. ഇതിൻ്റെ ലീഫ് കുഞ്ഞു കുഞ്ഞു നാരോ ആണ്. വൈറ്റിൻ്റെ മിനിയേച്ചർ കേട്ടോ. ഇതെല്ലാം സിംഗിളും ബുഷിയും അവൈലബിൾ ആണ്. ഇനി ലാസ്റ്റ് പ്ലാന്റ് പറയുന്നത്, ലാസ്റ്റ് അല്ല, പിന്നെ വരുന്ന പ്ലാന്റ് ലെമൺ യെല്ലോ കേട്ടോ. ലെമൺ യെല്ലോൻ്റെ ഒരു പ്ലാന്റാണ്. പിന്നീട് നമുക്ക് വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്സും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ. വൈറ്റിൻ്റെ നാരോ ഫ്ലവർ വരുന്നത് കണ്ടില്ലേ? വൈറ്റിൻ്റെ നാരോ ഫ്ലവർ വരുന്നത്. അങ്ങനെ വൈറ്റിൻ്റെ 3 ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നാരോ, പിന്നെ ഒരു റൗണ്ട്, ഒരു മിനിയേച്ചർ, അങ്ങനെ 3 ടൈപ്പ് വൈറ്റിൻ്റെ വരുന്നുണ്ട്. പിന്നെ ലെമൺ യെല്ലോ ഞാൻ കാണിച്ചോ, ഇതോട്ടെ ലെമൺ യെല്ലോ. ലെമൺ യെല്ലോൻ്റെ ഫ്ലവർ കുഞ്ഞു ഫ്ലവർ കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ്. ലാസ്റ്റ് വൺ നമ്മൾ ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ചിൻ്റെ വലിയ ഫ്ലവറാണ് വരുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ പ്ലാന്റാണ് വരുന്നത്. അങ്ങനെ ഏകദേശം എത്ര കളേഴ്സ്, ഇത് റെഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഓറഞ്ചാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇതാണ് ഓറഞ്ച് പ്ലാന്റ്. ഇതാണ് എല്ലാ ബുഷി പ്ലാന്റ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി സിംഗിൾ ഷൂട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് പരിചയപ്പെടുത്തി തരാം. അത്യാവശ്യം നമുക്ക് ലോഡ് എത്തിയിട്ടുണ്ട്. സിംഗിൾ ഷൂട്ട് ഇതാണ് കേട്ടോ. ഇതാ ഓരോ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സിംഗിൾ ഷൂട്ട്, കണ്ടില്ലേ? വിത്ത് ഫ്ലവർ ഉണ്ടാവും. റൂട്ടഡ് ആയ പ്ലാന്റ്സ് ആയിരിക്കും, വിത്ത് ഫ്ലവറോടെ ഉള്ള പ്ലാന്റ്സുകളായിരിക്കും. ഏകദേശം ഞാൻ ചില വെറൈറ്റീസിൻ്റെ ഒക്കെ സിംഗിൾ ഷൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് കാണിച്ചു തരാം. ഇതാണ് സിംഗിൾ ഷൂട്ട്. ഇത് ഡാർക്ക് ലിവർ റെഡിൻ്റെയാണ് കേട്ടോ. ലിവർ റെഡിൻ്റെയാണ്, സോറി, ഡാർക്ക് അല്ല, ലിവർ റെഡിൻ്റെ സിംഗിൾ ഷൂട്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ട്രൈപ്പ് വരുന്നതിൻ്റെ സിംഗിൾ ഷൂട്ടാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ സിംഗിൾ ഷൂട്ട് പറഞ്ഞത്. ബുഷി പിന്നെ ഞാൻ കാണിച്ചു തന്നല്ലോ, ഞാൻ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സുകളും ബുഷിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ 3 പ്ലാന്റിന് കളേഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. ഏത് കളേഴ്സ് 3 വേണമെന്നല്ലെങ്കിൽ 6 പ്ലാന്റിൻ്റെയും 3 പ്ലാന്റിൻ്റെയാണ് നമ്മൾ കോമ്പോസ് ഉള്ളത്. 6 പ്ലാന്റിന് വരുന്നത് കേരളത്തിൽ ഉൾപ്പെടെ CC ഇൻക്ലൂഡായിട്ട് കേരളത്തിൽ 1030 രൂപയാണ്. 3 പ്ലാന്റിന് വരുന്നത് 540 രൂപയാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റുകളാണ് കേട്ടോ ഈ പറയുന്നത്. ബുഷിക്ക് നിങ്ങൾ ഏതൊക്കെ കളേഴ്സാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ബുഷി ഒരൊറ്റ പ്ലാന്റായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് 350 ആണ് കേട്ടോ. ബുഷി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 350 ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം സിംഗിൾ ഷൂട്ടിൻ്റെ വരുന്നത് കേട്ടോ. പിന്നെ മറക്കാതെ നമ്മൾ മെസ്സേജ് ഇട്ടോളൂ. നമ്മുടെ ഗീവ് അവേ ഓറഞ്ച് ആന്തൂറിയാണ്. നമ്മൾ മുമ്പിട്ട് ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് പ്ലാന്റാണ് കേട്ടോ. ഓറഞ്ച് ബുഷി പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഗീവ് അവേ. അപ്പോൾ ആരും നിങ്ങൾ മിസ് ചെയ്യേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ഇട്ട ഏറ്റവും നല്ല കമൻറ്റിനാണ് നമ്മൾ ബുഷിയായ ഒരു ആന്തൂറിയൻ ഗീവ് അവേ കൊടുക്കുന്നത്. താങ്ക്